ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ അഡിക്റ്റഡ് ആണോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അഡിക്റ്റഡ് ആണോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, ആ ഒരു പേഴ്സൺ നിങ്ങൾ അഡിക്റ്റഡ് ആണോ, അതോടൊപ്പം തന്നെ അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ അഡിക്റ്റഡ് ആണോ എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി എത്രമാത്രം നിങ്ങൾ അഡിക്റ്റഡ് ആണ് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് 9 ഓഫ് പെന്റിക്കിൾസിന്റെ ഒരു കാർഡാണ്. ഓക്കെ, സെക്കൻഡ് കാർഡ് 10 ഓഫ് സോഡ്സ് ആണ്. ദ ഫുൾ കാർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ദ മജീഷ്യൻ, 4 ഓഫ് വാൻഡ്സ്, 4 of Pentacles, the Emperor card, okay, the High Priestess card, Justice, 10 of Pentacles, Page of Swords, 5 of Cups. അപ്പോൾ ഇത്ര കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്കിനി മാസ്റ്റർ കാർഡ് ഒന്ന് നോക്കാം. മാസ്റ്റർ കാർഡ് നമുക്ക് 6 of Pentacles ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ അഡിക്റ്റഡ് ആണോ, എത്രമാത്രം അവർ നിങ്ങൾ അഡിക്റ്റഡ് ആണ്, നിങ്ങളോട് അവർക്ക് എത്രമാത്രം ആകർഷണമുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളിലേക്കുള്ള അവരുടെ ഒരു ആകർഷണം നോക്കുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലാത്ത ഒരു സമയമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് തന്നെ ഒന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മളിവിടെ അവരുടെ ഒരു അട്രാക്ഷൻ നോക്കുകയാണെങ്കിൽ 9 ഓഫ് പെന്റിക്കിൾസ് ആണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു കാർഡ്. നിങ്ങൾക്ക് നിങ്ങൾ ശരിക്കും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനും അതുപോലെ തന്നെ നല്ലൊരു ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയുമാണ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റീസ് നിങ്ങളുടെ വ്യക്തിയെ വളരെ ശക്തമായിട്ട് നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഉള്ള ഒരു സമാധാനം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഭിമാനം, ജീവിതം കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ അവരെ നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ആകർഷിക്കുന്നതായിട്ട് കാണുന്നത്. അതായത് നിങ്ങളെന്ന വ്യക്തി എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ട് എല്ലാ കാര്യത്തിലും. അതായത് ലോകം മുഴുവൻ നിന്നിട്ട് നീ ചെയ്യുന്ന കാര്യം തെറ്റാണ് അല്ലെങ്കിൽ ഇത് മോശമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ മനസാക്ഷിക്ക് നിങ്ങൾക്ക് തോന്നുന്ന ഇത് ശരിയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാനും അതിൽ മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ഒരു ആത്മവിശ്വാസം, നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു പേഴ്സൺ ആണ്. എന്ത് പറഞ്ഞാലും അത് നല്ല കോൺഫിഡൻസോടുകൂടി പറയാനും ചെയ്യാനും ഒക്കെ നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ അവരെ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ ഫസ്റ്റ് കാർഡിൽ മനസ്സിലാകുന്നത്. പിന്നെ വരുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ 10 ഓഫ് സോഡ്സിന്റെ ഒരു കാർഡാണ്. ഈ ഒരു ബന്ധത്തിൽ വലിയൊരു വേദന അല്ലെങ്കിൽ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലായിരിക്കാം. എന്തോ ഒരു പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള എന്തോ ഒരു കാര്യങ്ങൾ അവരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചു. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കാനായിട്ട് ആ ഒരു കാര്യം ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ് ആയിട്ട് വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ഒരു തെറ്റിദ്ധാരണകളാകാം. എന്താണെങ്കിലും ആ ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഈ ഒരു 10 ഓഫ് സോഡ്സിന്റെ കാർഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുവഴി വളരെയധികം ഒരു തെറ്റിദ്ധാരണ, വേദനയൊക്കെ വന്നു നിങ്ങൾക്ക് പരസ്പരം. അപ്പോൾ അതൊരു സെപ്പറേഷനിലേക്ക് നിങ്ങൾ രണ്ടുപേരും അകന്നു പോയതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. പിന്നെ നമുക്ക് ഇത് ഫുൾ കാർഡാണ് പിന്നെ വരുന്നൊരു കാർഡ്. അപ്പൊ ഈ ഒരു കാർഡ് കാണിക്കുന്നത് അവർ നിങ്ങളോടൊപ്പം പുതിയൊരു തുടക്കം ആഗ്രഹിച്ച് വരണമെന്നൊക്കെ അവരുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവർക്കൊരു പുതിയ ഒരു അനുഭവം ലഭിച്ചതുപോലെയാണ് അവർ നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് എന്നും നിലനിർത്തി കൊണ്ടുപോകണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജീസും നമുക്കിവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു വല്ലാത്ത വേദന അവർ കൊണ്ടു നടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വേദന അവർ കൊണ്ടു നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മജീഷ്യൻ കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പൊ മജീഷ്യൻ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് അവരുടെ മനസ്സിലും ചിന്തകളിലും വലിയൊരു സ്വാധീനം ഉണ്ട് എന്ന് തന്നെയാണ്. അതായത് നിങ്ങളെക്കുറിച്ച് അവര് ഈ ഒരു സെപ്പറേഷൻ സമയത്ത് പോലും വളരെയധികം ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ അവര് നിങ്ങളെ മറക്കാനായിട്ട് ശ്രമിച്ചാലും വീണ്ടും വീണ്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാം. പലപ്പോഴും അവര് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകണം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എനിക്ക് മറന്നു കളയണം, എനിക്ക് ഇനി ഇവരെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട എന്നുള്ള രീതിയിൽ വരെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു ഓർമ്മകൾ, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി വളരെയധികം സ്വാധീനിച്ചിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു അഡിഷൻ എന്ന് പറയുന്നത് സാധാരണമായിട്ടുള്ള ഒന്നല്ല, ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഇഷ്ടമല്ല, അതൊരു ശക്തമായിട്ടുള്ള ഒരു മാനസിക ബന്ധം പോലെ ഉള്ള ഒന്ന് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു 5 ഓഫ് കപ്സിന്റെ ഒരു കാർഡ് വരുന്നുണ്ട്. ഈ ഒരു കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാണിക്കുന്നത് അവർക്ക് ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തിട്ട് എന്തൊക്കെയോ കുറെ പശ്ചാത്താപമുണ്ട്, അല്ലെങ്കിൽ റിഗ്രറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അവർക്ക് ചില അവസരങ്ങളൊക്കെ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് സ്നേഹം കൂടി നിങ്ങൾക്ക് തരാമായിരുന്നു, കുറച്ച് കെയറിങ് തരാമായിരുന്നു, അല്ലെങ്കിൽ അതൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അവരെനിക്ക് വേണ്ടിയിട്ട് ഒത്തിരി സ്നേഹം തന്നിട്ടുണ്ട്. അപ്പോൾ ആ അവസരങ്ങളൊക്കെ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നൊരു തോന്നൽ അവരുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അത് അവർക്കുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അവർ നിങ്ങളെ ഈ ഒരു സമയത്ത് വളരെയധികം മിസ് ചെയ്യുന്ന ഒരു ഫീലിങ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ചിലപ്പോൾ ആ ഒരു അകലം പാലിച്ചിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത് ചിലപ്പോൾ കുറച്ച് വഴക്കുകളോ കോൺഫ്ലിക്ട്സുകളോ ഒക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടായതുകൊണ്ട് ആ ഒരു ഫീലിങ്സ് കൊണ്ടായിരിക്കും ഈ ഒരു സെപ്പറേഷൻ നിങ്ങളിൽ വന്നു പോയിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു 4 ഓഫ് പെന്റക്കിൾസിന്റെ കാർഡ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളെ വിട്ടു പോകാൻ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ ഈസി ആണോ എന്ന് നോക്കുന്ന ഒരു സമയത്ത് ഈ ഒരു 4 ഓഫ് പെന്റക്കിൾസ് സൂചിപ്പിക്കുന്നത് അവരെ നിങ്ങളെ മനസ്സിൽ നിന്ന് വിട്ടുകൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് തയ്യാറല്ല എന്നുള്ളൊരു കാര്യമാണ്. അവരത് പുറത്ത് കാണിക്കാതെ ഇരിക്കുന്നുണ്ടാവാം, പക്ഷെ ഉള്ളിൽ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. വീണ്ടും വീണ്ടും നിങ്ങളെ വിട്ടുപോയതിനു ശേഷം വീണ്ടും ഒരു ചുറ്റിത്തിരിഞ്ഞ് ആ ഒരു ഓർമ്മകളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വീണ്ടും അവർ എത്തുന്ന ഒരു എനർജീസാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. പിന്നെ അതിനുശേഷം വന്നിരിക്കുന്ന നമുക്ക് എംബർ കാർഡാണ്. ഈ ഒരു എംബർ കാർഡ് കാണിക്കുന്നത് അവർക്ക് കൺട്രോൾ വളരെയധികം ഇഷ്ടമാണ് എന്നുള്ള രീതിയിലാണ്. അതിനാൽ അവരുടെ ഫീലിങ്സ് മുഴുവനായിട്ട് തുറന്നു പറയാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കൺട്രോൾ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിൽ നിങ്ങളോട് സ്നേഹമുണ്ട്, ആ ഒരു ഫീലിങ്സ് ഉണ്ട്, എക്സ്പ്രസ് ചെയ്യണം, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ നിങ്ങളോടുള്ള ആ ഒരു വലിയ സ്നേഹം അവർ കൺട്രോൾ ചെയ്ത് വെക്കുമ്പോൾ അവർക്ക് അതിൽ നിന്നൊരു സന്തോഷം കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു അവരുടെ മനസ്സിനെ തന്നെ അവർ കൺട്രോൾ ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിൻ്റെ ആ ഒരു സ്നേഹം അവർ ഇങ്ങനെ നിങ്ങളെ താലോലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആ ഒരു അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് അത് അവർ വളരെയധികം എൻജോയ് ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് അവർ നിങ്ങളോട് ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആണ്, പക്ഷെ അത് തുറന്നു പറയാനായിട്ട് അവർക്ക് സമ്മതമല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് ഒരു മടിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അവരത് കൺട്രോൾ ചെയ്ത് വെക്കുമ്പോൾ അവർക്ക് അതിൽ നിന്നൊരു എക്സൈറ്റ്മെന്റ്, അല്ലെങ്കിൽ അതിൽ നിന്നൊരു സന്തോഷം കിട്ടുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ തുറന്ന് കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു സ്നേഹം ഉണ്ടല്ലോ എന്നോർത്തിട്ട് അവർ സന്തോഷിക്കുന്നു. ആ ഒരു അത്തരത്തിലുള്ള ബിഹേവിയറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് ഹൈ പ്രിസ്റ്റിസ് കാർഡാണ്. ഈ ഒരു ഹൈ പ്രിസ്റ്റിസ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുന്ന ഒരു കാർഡാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഡീപ്പായിട്ടുള്ള ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്കും അവർക്കും തമ്മിൽ നിങ്ങൾ തമ്മിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു എനർജീസ് പാസ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ പിന്നെ നമുക്ക് വരുന്ന ജസ്റ്റിസ് കാർഡാണ്. ഹൈ പ്രിസ്റ്റിസ് കാർഡ് കഴിഞ്ഞ് പിന്നെ ജസ്റ്റിസ് കാർഡ് വരുമ്പോഴത്തേക്കും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്നതിന് ശേഷം ഈ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായതിനു ശേഷം കുറെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു ബാലൻസ് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങളുടെ ലൈഫിന് വരേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇത് എന്നുള്ളതാണ്. ഇനി ഫ്യൂച്ചറിലേക്ക് നമ്മൾ നോക്കുകയാണ്. ഫ്യൂച്ചറിൽ ഈ റിലേഷൻഷിപ്പിന്റെ എന്താണ് ഒരു സ്റ്റാറ്റസ് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ അതിന് നമുക്ക് ഈ ഒരു 4 ഓഫ് വാൻസിന്റെ ഒരു കാർഡ് എടുക്കാം.
ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു റിയൂണിയന്റെ എനർജി തന്നെയാണ് നമുക്ക് ഫ്യൂച്ചറിൽ കാണുന്നത്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു സെലിബ്രേഷൻ, ഒരു എൻഗേജ്മെന്റ്, മാരേജിലേക്കൊക്കെ പോകാനായിട്ട് ചാൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഇതെന്ന് പറയാനായിട്ട് പറ്റും. പിന്നെ 10 ഓഫ് പെന്റക്കിൾസ് ആണ് നേരെ താഴെ വന്നിട്ടുള്ളത്. ഇതും ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ടൊക്കെ കുടുംബമായിട്ടൊക്കെ മാറാനുള്ള സാധ്യത കാണിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് നമുക്ക് 10 ഓഫ് പെന്റക്കിൾസ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് മാസ്റ്റർ കാർഡ് ലാസ്റ്റ് വരുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഈ ഒരു കാർഡിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ എഫേർട്ടുകൾ നിങ്ങൾ തമ്മിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധം ഒരു ബാലൻസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഫ്യൂച്ചറിൽ സാധിക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ 4 ഓഫ് വൺസ് വന്നിട്ടുണ്ട്, അതുപോലെ നമുക്കിവിടെ 10 ഓഫ് പെന്റക്കിൾസും ഈ ഒരു 6 ഓഫ് പെന്റക്കിൾസും, ഈ 3 കാർഡുകൾ വളരെയധികം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനൊരു ഫ്യൂച്ചർ ഉണ്ട് എന്ന് കാണിക്കുന്ന കാർഡുകൾ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അവര് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു പേജ് ഓഫ് സോർട്സിന്റെ എനർജി ഉണ്ട്. അവര് ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ഒരു ക്യൂരിയോസിറ്റി അവർക്കുണ്ട്. ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ചിലപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങളെ ഒബ്സർവ് ചെയ്യുകയോ നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണെന്ന് അറിയാനൊക്കെ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തിയുടെ എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഇമോഷണലി വളരെയധികം അഡിക്റ്റഡ് ആണ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഒത്തിരി അറ്റാച്ച്മെന്റ് നിങ്ങൾ തമ്മിലുണ്ട്, ഇനിയും അത് മുന്നോട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ്. എന്നാൽ പാസ്റ്റിലെ കുറെ വേദനകളും ഈഗോസും ഒക്കെ കാരണം അവരത് തുറന്നു കാണിക്കാത്ത ഒരവസ്ഥ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവര് നിങ്ങളെ മുഴുവനായിട്ടും വിട്ടുകളയാനായിട്ട് കഴിയാത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ ഫീലിങ്സുകൾ മുഴുവനായിട്ടും നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാനായിട്ടും അവർക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളെ ഇനി കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു യഥാർത്ഥ ഉദ്ദേശം എന്തായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ പേജ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, അതുപോലെ മജീഷ്യൻ കാർഡ്, ഫുൾ കാർഡ്, ഇതൊക്കെ ഈ ഒരു കാർഡുകളൊക്കെ വെച്ച് പറയുമ്പോൾ അവരിപ്പോഴും നിങ്ങളെക്കുറിച്ച് വളരെയധികം നിങ്ങളെ ഒബ്സർവ് ചെയ്യുകയും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ സാധാരണയായി ഒരാൾ ഒരു ഡിസ്റ്റൻസ് എന്ന് മറ്റൊരാളെ ശ്രദ്ധിക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. അപ്പോൾ മജീഷ്യൻ കാർഡ് വരുമ്പോഴത്തേക്ക് അവർക്ക് കോണ്ടാക്ട് തുടങ്ങാനുള്ള ഒരു പവർ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒരു സമയം ഒന്ന് നേരെയാകട്ടെ, അല്ലെങ്കിൽ കുറച്ചൊരു സമയം എടുക്കുമ്പോൾ ഞാനൊന്ന് ഓക്കെ ആകും, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം ഒന്ന് ഓക്കെ ആകും, ആ ഒരു സമയം എടുത്തെല്ലാം ഓക്കെ ആയതിനു ശേഷം വിളിക്കാം അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം എന്ന രീതിയിൽ വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. അതുപോലെ ഫുൾ കാർഡിലേക്ക് വരുമ്പോൾ പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അതിനാൽ ഫ്യൂച്ചറിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജോ കോളോ ഒക്കെ ഒരു കോണ്ടാക്ട് ഒക്കെ വരാനുള്ള ഒരു ചാൻസ് നമുക്ക് ഈ ഒരു ഫുൾ കാർഡിൽ നിന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഒരു കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഉറപ്പായിട്ടും ഈ ഒരു 4 ഓഫ് പെന്റക്കിൾസും 5 ഓഫ് കപ്സും നമുക്ക് പറഞ്ഞുതരും. ഈ 2 കാർഡുകൾ കാണിക്കുന്നത് അവർക്ക് ഇപ്പോഴും നിങ്ങളെ വിട്ടുകളയാൻ കഴിയാത്ത വിധത്തിൽ നല്ല രീതിയിലൊരു അറ്റാച്ച്മെന്റ് ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ 5 ഓഫ് കപ്സ് കാരണം പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് കുറ്റബോധവും റിഗ്രറ്റ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും കോണ്ടാക്ട് വന്നാൽ അവരുടെ ഉള്ളിൽ ഒരു യഥാർത്ഥ ഉദ്ദേശം അല്ലെങ്കിൽ പ്രധാന ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളെ വീണ്ടും ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹം മാത്രമേ അവർക്കുള്ളൂ. അല്ലെങ്കിൽ കുറഞ്ഞത് വീണ്ടും നിങ്ങൾ തമ്മിൽ ആ ഒരു ഡീപ്പ് കണക്ഷൻ എങ്കിലും ഉണ്ടാക്കിയെടുക്കണം എന്നൊരു ആഗ്രഹം ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു നിങ്ങൾ രണ്ടുപേരും വീണ്ടും സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള ചാൻസും നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അപ്പം 4 ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒരു റിയൂണിയൻ തന്നെയാണ് 4 ഓഫ് വൺസ്, ഒരു റിയൂണിയന്റെ എനർജി തന്നെയാണ്. അപ്പോൾ ഇവിടെ 10 ഓഫ് പെന്റക്കിൾസും അതുപോലെ 6 ഓഫ് പെന്റക്കിൾസും അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബോണ്ട് നിങ്ങൾ തമ്മിൽ ക്രിയേറ്റ് ആവും. ഒരു സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എനർജി തന്നെ കാണിക്കുന്നു. ലൈഫിൽ ഒരിക്കലും നിങ്ങളെ വിട്ട് കളയാനായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന പോലെയല്ല, അവരെ കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവർ ജസ്റ്റ് ഒന്ന് മാറി നിന്നാലും അല്ലെങ്കിൽ ഒരു ചെറിയ സെപ്പറേഷനിലേക്ക് പോയാലും വീണ്ടും ആ ഒരു കണക്ഷനുമായിട്ട് നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു മ്യൂച്വൽ എഫേർട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം ബാലൻസ് ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഓക്കെ, നിങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ഡീപ്പ് ഫീലിങ്സ് ഉള്ള വ്യക്തികളാണ്. പക്ഷെ അത് സൈലന്റ് ആയിട്ട് ഉള്ളിന്റെ ഉള്ളിൽ വെക്കാനാണ് അവർ ഈ ഒരു സമയത്ത് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. അവരുടെ ഫീലിങ്സുകൾ കംപ്ലീറ്റ്ലി പുറത്ത് കാണിക്കാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒത്തിരി നിങ്ങളോട് സ്നേഹമുണ്ട്, പല രീതിയിലുള്ള സ്നേഹിക്കാനായിട്ട് അവർക്ക് പല രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അവർ വരുന്നുണ്ടെങ്കിൽ പോലും അവരത് കാണിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ ഈ ഒരു ബന്ധം ഒരു കാർമിക് കണക്ഷൻ ആയിരിക്കും. അതാണ് നമുക്ക് ജസ്റ്റിസ് കാർഡും മെമ്പർ കാർഡും ഒക്കെ വഴി പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈഗോ ഉണ്ട്, കുറച്ച് കൺട്രോൾ കാരണം അവർ ആദ്യം ഒന്ന് കോണ്ടാക്ട് ചെയ്യാനൊക്കെ ഒത്തിരി താമസം വരാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്.
അപ്പൊ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് ഇപ്പോഴും വളരെ സ്ട്രോങ് ആണ്. അവർ നിങ്ങളെ മറക്കാൻ ശ്രമിച്ചാലും മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുകളയാനായിട്ട് കഴിയാത്ത ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ആ സിറ്റുവേഷൻസ് ക്ലിയർ ചെയ്യുന്നതാകാം, എന്താണെങ്കിലും ആ ഒരു ടൈം ശരിയായി കഴിയുമ്പോൾ, ഒരു ഡിവൈൻ ടൈമിൽ ശരിയായ സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കോണ്ടാക്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് അവർക്ക് ഒരു റിഗ്രറ്റ് ഫീലിങ്സ് ഒക്കെ കൂടുതൽ ശക്തമാകുന്ന സമയത്ത് അവർ നിങ്ങളിലേക്ക് വീണ്ടും വരും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ? വളരെയധികം അട്രാക്ഷൻ ആണ് നിങ്ങളോടുള്ളത്. ആ ഒരു പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? അവർ റിലേഷൻഷിപ്പ് ഹാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ഓക്കെ, ഈ ഒരു സമയത്ത് നമ്മുടെ റിലേഷൻഷിപ്പ് മൊത്തത്തിൽ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് മാറ്റങ്ങൾ വന്നു എന്നുള്ളൊരു കാര്യമാണ് അവർ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഐ തിങ്ക് അബൌട്ട് യു ഓൾ ദി ടൈം. ഓക്കെ, അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, എല്ലാ സമയത്തും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് ഓൾറെഡി റീഡിങ്ങിൽ കിട്ടിയ കാര്യമാണ്. ഐ എം സോറി മൈ ഡിയർ, ഐ നീഡ് ടു ടോക്ക്. ഓക്കെ, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു, അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ ആയിരിക്കാം അവർ കൺട്രോൾ ചെയ്ത് വെക്കുന്ന ആ ഒരു ഫീലിങ്സ് ആയിട്ട് നമുക്ക് റീഡിങ് കിട്ടിയിട്ടുള്ളത്. വിത്തൗട്ട് യു ഐ ആം നത്തിങ്. ഓക്കെ, നീ ഇല്ല എങ്കിൽ ഞാൻ വെറും സീറോയാണ്, ഒന്നുമല്ല, ശൂന്യമാണ് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. ഐ വിൽ മെസ്സേജ് യു സൂൺ. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് റീഡിങ്ങിലും കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കോൺടാക്ട് ലഭിക്കും എന്നുള്ള ഒരു കാര്യം, അത് സോൾ മെസ്സേജസ് വഴി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റ് പറയുകയാണ്. ഐ വിൽ മെസ്സേജ് യു സൂൺ. പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ് കിട്ടും എന്നുള്ളതാണ്. യു ടച്ച്ഡ് മൈ ഹാർട്ട്. ഓക്കെ, അവരുടെ ഹൃദയത്തെ തൊട്ടറിഞ്ഞ ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ഒരു പേഴ്സൺ നിങ്ങളോട് പറയുകയാണ്. ദ ഓൺലി തിങ് ഐ വാണ്ട് ടു ബി ആൻ എക്സ്പേർട്ട് ദാറ്റ് ഈസ് ലവിങ് യു. ഓക്കെ, ഈ ലൈഫിൽ എനിക്ക് ആകെ മൊത്തം ഞാൻ എക്സ്പേർട്ട് ആവണം, അല്ലെങ്കിൽ എൻ്റെ കഴിവ് തെളിയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുക എന്ന ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എക്സ്പേർട്ട് ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ലവിങ് യു ഫീൽസ് ലൈക്ക് കമ്മിങ് ഹോം. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം വീട്ടിൽ, അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്തുന്ന പോലെ, അല്ലെങ്കിൽ എൻ്റെ കംഫോർട്ട് സോണിലേക്ക് ഞാൻ കയറുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ജാനുവരി മന്ത് ആണ് നമുക്ക് കിട്ടുന്നത്. 7 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. നമ്പർ 34, മാർച്ച് മന്ത്, 1992, ലെറ്റർ C, ടാറ്റു ഓൺ ഹാൻഡ്, പാലക്കാട് ജില്ല, ഡ്രൈവർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. യെസ് പോസിബിൾ. ഓക്കെ, നമ്പർ 31, നമ്പർ 23, നമ്പർ 51, അതുപോലെ തന്നെ നമ്പർ 30. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ. നമ്പർ 47, ലെറ്റർ Y, റൈഡർ, നമ്പർ 40, നമ്പർ 50, കുക്കിംഗ് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. ഹോണസ്റ്റ്, ലെറ്റർ T, റെഡ് കളർ, 2004, 1998, purple color, self-employed, 1984, 1982, number 9, 1979, 222 എന്ന് പറയുന്ന റേഞ്ചിൽ നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. കെയറിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 28 കിട്ടുന്നുണ്ട്. 2001, ട്രൂ ലവ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമുക്ക് കിട്ടുന്നത് 1976 എന്ന് പറയുന്നൊരു വർഷമാണ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമൻറ്റ് സെക്ഷനുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.